സോറി. എന്താ ഇത്? അതാ ഞാനും ആലോചിക്കുന്നു, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒരുമാതിരി വെളച്ചിൽ വർത്താനം എടുത്താലുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ കുലുങ്ങി കുലുങ്ങി ഒരു പരുവായി വരുവാ. അങ്കിളിനെ വിളിക്കാനോ? അതിനിവിടെ റേഞ്ച് ഇല്ല. ആ, ഗോഡിനെ വിളിച്ചോ, അതിന് റേഞ്ച് ഒന്നും വേണ്ട. മാഡം, ഇതിത്ര അന്താരാഷ്ട്ര വിഷയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് തള്ളിയാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതെ, വഴിയെ കിടന്ന് ഇനിയും കാറ് തള്ളാൻ സേവ്യർ അഗസ്റ്റിന്റെ അനന്തരവൾ മീരാമാമൻ വേറെ ജനിക്കണം. ആയിക്കോട്ടെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. എന്താടി വാചം അടിക്കുന്നേ? നിന്റെ ഈ കാറിനെ വിട്ടിട്ട് കത്തിക്കും ഞാൻ. ആഹാ, രാജവമ്പാല പത്തി വിടർത്തെ ഞാൻ പേടിക്കും. അത് കണ്ട് ഞാനൂല് തലയോർത്തല്ലേ, എനിക്ക് ചിരിയാണ് വരുന്നത്. മീരാ മേഡം പറഞ്ഞ ഞാൻ അനുസരിക്കും. ഒന്ന് തന്നാ ചിലപ്പോ കൊണ്ടുവന്നും ഇരിക്കും. മനസ്സിലായാ? മേഡത്തിന്റെ അമ്മാവൻ സേവ്യർ അഗസ്റ്റിൻ സാർ ആരാന്നറിയോ? ഞാൻ ഈ നെഞ്ചത്ത് വെച്ച് ആരാധിക്കുന്ന നേതാവാ. മാഡം, മാഡത്തിന്റെ മുഖത്തെ തിളക്കമുണ്ടല്ലോ, ഈ ചൈതന്യം ഉണ്ടല്ലോ, അത് നന്മയുടെ തിളക്കമാണ്, മനുഷ്യത്വത്തിന്റെ തിളക്കമാണ്. ഒരു കാറ് കേടായാൽ കെട്ടുപോകുന്നതല്ല ഈ വെളിച്ചം. അതെ, കാറ് കേടായതിന് ദേവയാനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒന്നുകൂടെ തള്ളാം. ലാസ്റ്റ് തള്ളൽ. ഞാനൊന്നുമില്ല. തള്ളയും തള്ളാന്ന്, സോറി, കുട്ടിയും തള്ളാന്ന്. തള്ളിക്കോ തള്ളിക്കോ. ഒരു പാട്ട വണ്ടി. എന്റെ വണ്ടി വല്ലതും പറഞ്ഞോണ്ടല്ലോ, നിങ്ങളുടെ ഇട്ടേച്ച് ഞാൻ എന്റെ പാട്ടിന് പോകും. ഒന്ന് നന്നായിട്ടൊക്കെ തള്ളു. ഈ തള്ളല് വെറുതെ ആവോ? നേരെ തള്ളിയില്ലെങ്കിലാവും. അയ്യോ, ഒരു വണ്ടി ഫുൾ ഓഫ് ലേഡീസ്. നിർത്തണോ, നിർത്തോ, ഒന്ന് വേഗം നിർത്തണോ. ഏയ്, സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്ത്. നിർത്താനാ പറഞ്ഞേ. എന്താ എന്താ സംഭവിച്ചത്? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ഒന്ന് തള്ളു. ആരാടി നീ? ഞാൻ ആരാന്ന് വിചാരിച്ചടി നീ? എടീന്നോ? ഒന്നുകൂടെ വിളിക്കടോ. ഒരു വട്ടമല്ല 10 വട്ടം വിളിക്കോടി. എടി 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 എടി. തന്റെ തൊപ്പി ഈ കോമാളി മീശ ഞാൻ തെറിപ്പിക്കും. തെറിപ്പിക്കോടി, ചോണയുണ്ടെങ്കിൽ തെറിപ്പിക്കടി. അതൊന്ന് കണ്ടിട്ട് എന്താ? അത് മീരമാമൻ, MP സേവ്യർ അഗസ്റ്റിൻ സാറിന്റെ അനന്തരവളാ. പാടോ, വണ്ടി തള്ളാം, ആഞ്ഞു തള്ളണം. എല്ലാവരും ഉത്സാഹിച്ചേ. വണ്ടി പോട്ടെ. തള്ളണം. അവിടെ ഡ്യൂട്ടിയാണ് നമ്മുടെ മീരാമാമന് വേണ്ടി. ഞാൻ ആദ്യം ചൂടായില്ലയോ? അത് കോമഡിയാ. സാറ് ഭയങ്കര കോമഡിയാ. ഡിപ്പാർട്ട്മെന്റ് സാറിന് കോമഡി സാറിനെ വിളിക്കുന്നത്. സാറിന്റെ പേര് പറഞ്ഞാൽ തന്നെ ശരിയാ. എന്താ പേര്? ശിവദാസ്, ശിങ്കം ശിവദാസ് എന്നറിയപ്പെടും. ഷിബുന്നും വിളിക്കും. അത് നിന്നെ ഉദ്ദേശിച്ച. പിന്നെ വണ്ടി സ്റ്റാർട്ടായ അപ്പത്തിന് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഏരിയ അത്ര സേഫ് അല്ല, മാവോയിസ്റ്റുകളുടെ കേന്ദ്രമാ. നിർത്തണ്ട, ഇനി തള്ളാൻ വയ്യ. മാഡം, അയ്യോ അയ്യോ, സെൽഫി എടുക്കാൻ മറന്നുപോയി ജീവിതത്തിൽ ആദ്യമായിട്ട്. സാർ എടുത്തോളൂ. സാറന്മാരെ, ഈ വണ്ടി കൂടി ഒന്ന് തള്ളി തരുവോ? പാവല്ലേ സാറേ, തള്ളിക്കൊടുത്തേക്ക്. അതെ. എന്തൊരു കഷ്ടം എന്റെ കർത്താവേ. ഇപ്പൊ ശരിയാക്കി തരാം മാഡം, ഒരു മിനിറ്റ്. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഈ കാറ് ഞങ്ങളെ ചുമക്കുവാണോ അതോ ഞങ്ങള് കാറിനെ ചുമക്കുവാണോ? ഒരു തമാശക്കാരി. അടി അടി അടി. ഞാൻ തമാശ പറഞ്ഞൊന്നും അല്ല. പക്ഷെ തമാശയാണെന്ന് തോന്നും. സത്യം. കാപ്പി കുടിക്കണോ? ഈ കാർ കത്തിച്ചു കളയണമെന്നാ പറഞ്ഞേ. പെട്ടെന്ന് വെള്ളമൊഴിച്ച് തണുപ്പിച്ചില്ലെങ്കിലേ കാറ് തനിയെ കത്തിക്കോളൂ. അയ്യോ, ഞങ്ങളെ പരീക്ഷിച്ച് മതിയായില്ല എന്റെ കർത്താവേ. മാഡം, ഈ കാറും മനുഷ്യരൊക്കെ ഒരുപോലെയാണ്.
ഇപ്പൊ തന്നെ മാഡത്തിന് നിന്ന നിപ്പിൽ ഒരു അറ്റാക്ക് വന്നൂന്നിരിക്കട്ടെ. അയ്യോ വന്നാ ദേ ഒരുമാതിരി വൃത്തിയോട്. ഇപ്പൊ മാഡത്തിന്റെ തലയിൽ ഒരു ഇടുത്തി. അയ്യോ വേണ്ട. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞതാ. കാർ ഒരു ജീവിയല്ലേ മാഡം, എപ്പോഴാ എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതെ, ഇവിടെ അടുത്ത് വല്ല അരുവി എങ്ങാനും കാണും. നമുക്ക് എല്ലാവർക്കും പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാം. ഞങ്ങളൊന്നും വരുന്നില്ല, തനിയെ അങ്ങ് പോയാ മതി. ഓഹോ, ശരി, ഞാൻ പോയിട്ട് വരാം. ആ പിന്നെ വല്ല കരടിയോ പുലിയെങ്ങാനും വന്നാലേ ദോ ആ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. പേടിക്കൊന്നും വേണ്ട, നല്ല മൂടാണെങ്കിൽ അവറ്റകളൊന്നും ചെയ്യൊന്നുമില്ല. അതിന് നിങ്ങളൊന്നും ചെയ്യാതിരുന്നാ മതി. ഞാൻ തിരിച്ചു വന്നിട്ട് ഇറക്കി തരാം. വരുന്നുണ്ടോ ഇല്ലയോ? ദൈവമേ, വരുന്നില്ലെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നേനെ.